പാണ്ടിക്കാട് കുഞ്ഞാനും ലക്കി കൂപ്പണും നറുക്കെടുപ്പും ഈ വിഷയം ഇപ്പം എന്തായി എന്ന് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കോണ്ടന്റ് ചെയ്യാതിരുന്നത് വേറൊന്നും കൊണ്ടുമല്ല, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ആ വഴിക്ക് മുന്നോട്ട് പോട്ടെ എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അൻവറിനോട്, നാസറിൻ്റെ ആദ്യ ഭാര്യയിലെ മകനായ അൻവറിനോട് കൃത്യമായൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. 21-ാം തീയതി ചിതലയത്തെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് എന്നെ സമീപിക്കണം ടിക്കറ്റിന് വേണ്ടി എന്ന് പറഞ്ഞ് KL ബിജുവിൻ്റെ വീഡിയോ ഫോർവേഡ് ചെയ്ത അൻവർ 29-ാം തീയതിയാണ് പ്രവാസികൾക്ക് വേണ്ടി 4 കൂപ്പൺ എടുത്തിട്ടുള്ളത്. അപ്പം ആ ദിവസം മാത്രമല്ലേ നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഒരു ആക്സസ് കിട്ടും, എന്നാൽ മാത്രമല്ലേ നിങ്ങൾക്ക് ബാക്കിയുള്ളവരെ സഹായിക്കാൻ പറ്റും കൂപ്പൺ എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ 21-ാം തീയതി മറ്റേ ആകാശത്തുനിന്ന് പറിച്ചു കൊടുന്ന് കൂപ്പൺ കൊടുക്കാനൊന്നും അൻവറിനെ കൊണ്ട് പറ്റില്ലല്ലോ. അപ്പം അതെങ്ങനെ ടൈം ട്രാവൽ ചെയ്തതാണോ അൻവർ എന്നുള്ളൊരു ചോദ്യം ഞാൻ കൃത്യമായി അൻവറിനോട് ചോദിച്ചിരുന്നു. അപ്പം അൻവറിൻ്റെ ഭാര്യയുടെ യൂട്യൂബ് അക്കൗണ്ടിൽ നിന്ന് എനിക്ക് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് ആ ഒരു പെർട്ടിക്കുലർ വീഡിയോനിടയിൽ. റുമൈസ കിസ _ അൻവർ എന്ന് പറഞ്ഞുള്ളൊരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ കമൻറ്റ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് നറുക്കിൻ്റെ വീഡിയോ വന്നപ്പോൾ ആ വീഡിയോയിലുള്ള 661 എന്ന നമ്പർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. നിങ്ങളിത് പ്രത്യേകം നോട്ട് ചെയ്യണം. ആ വീഡിയോയിലുള്ള 661, അതായത് 361 ലാസ്റ്റ് പറയുന്നത്. ഓക്കെ, കയ്യിലുണ്ടായിരുന്നു. ആ നമ്പർ വഴി എനിക്ക് ടിക്കറ്റ് എടുത്തു കൊടുക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. 21-ാം തീയതി എൻ്റെ കയ്യിൽ ഒരു കൂപ്പണും ഉണ്ടായിരുന്നില്ല. ഒരു കൂപ്പണുമായുള്ള കാര്യങ്ങളും ഞാൻ സംസാരിച്ചിട്ടുമില്ല. വീഡിയോ കണ്ടപ്പോൾ ആ വീഡിയോയിലുള്ള നമ്പർ എടുത്ത് അതുവഴി എടുത്തു കൊടുക്കാൻ തന്നെയായിരുന്നു എൻ്റെ തീരുമാനം. അങ്ങനെയാണ് അതിൽ അങ്ങനെ ഇട്ടതും എന്നാണ്. അതായത് 21-ാം തീയതി കൂപ്പണൊന്നും കയ്യിലുണ്ടായിരുന്നില്ല എന്നാണ് അൻവർ ഇപ്പോൾ പറയുന്നത്. ഒരു കൂപ്പണുമായുള്ള കാര്യങ്ങളും സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നു. ആ വീഡിയോയിൽ കണ്ട നമ്പർ എടുത്ത് അതുവഴി എടുത്തു കൊടുക്കാനായിരുന്നു പ്ലാൻ എന്നാണ് അൻവർ പറയുന്നത്. പക്ഷേ അൻവർ ഇതൊന്നും അല്ല പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഒപ്പമുള്ള എക്സ്പ്ലനേഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അത് കണ്ടിട്ടാണ് ഞാൻ എന്താക്കിയത്. പിന്നെ ഞാൻ എന്റെ നാട്ടിലെ ഫ്രണ്ട്സിനോട് എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നോക്കി കഴിഞ്ഞാൽ ഗ്രൂപ്പിന്റെ പേരൊന്നും ചെതലയം ഗ്രാമം എന്ന് പറയുന്ന എന്റെ ഗ്രൂപ്പാണ്, എന്റെ നാട്ടിലെ. ഈ ഗ്രൂപ്പിൽ ഇതാണ്ടോ മീഡിയ, ഈ മീഡിയയിൽ ഞാൻ അയച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഞാൻ ആ ചാനലിൽ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഞാൻ അയച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കണ്ടോ. ഏറ്റവും താഴെ കാണുന്ന 2 വീഡിയോസ് കണ്ടോ. ഈ 2 വീഡിയോസ് ഞാൻ അവർക്ക് പിന്നെ ഇതിൽ അയച്ച വീഡിയോസ് ആണ്. ഇത് രണ്ടും. ഇതൊരു പെൺകുട്ടീന്റെ വീഡിയോ ആണ്, അറിയോ? ഈ പെൺകുട്ടി ചെയ്ത വീഡിയോ ആണ്. അത് കഴിഞ്ഞ് അതിന് മുമ്പ് ഞാൻ അയച്ച വീഡിയോ ആണ്. ഇതാ KL ബിജു ചെയ്ത. ഇതിന്റെ താഴെ കമന്റ് വഴി എന്നെ കൊണ്ട് ചെയ്യുന്ന ടിക്കറ്റ് എന്താണ് ആവശ്യം ഉള്ളവർ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ടിക്കറ്റ് ആവശ്യമുള്ളവർക്ക് എന്നെ വിളിക്കാം. അതായത് വിളിച്ചാന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഗ്രൂപ്പ് കാര്യങ്ങൾ എന്റെ കയ്യിൽ. ഈ നാട്ടിലും കുറെ ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്. ഈ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാരോട് ഞാൻ ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട്. എന്റെ സുഹൃത്തുക്കളായി ഞാൻ ടിക്കറ്റ് എടുത്ത പിന്നെ ഓക്കെ, പാണ്ടിക്കാട് കുഞ്ഞാനൊപ്പമുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇവിടെ ഒന്നുകൂടി നിങ്ങൾക്ക് ഇവിടെ പ്ലേ ചെയ്യാം. ഈ അൻവർ ആ ചെതലയം ഗ്രൂപ്പിൽ മീഡിയ തുറന്ന് അതിനകത്ത് KL ബിജുവിൻ്റെ ഫോർവേഡ് ചെയ്ത വീഡിയോൻ്റെ അടിയിൽ എഴുതി വെച്ചതും ആ ഡേറ്റൊക്കെ അതിൽ വളരെ ക്ലിയർ ആണ്. ഓക്കെ, ആൻഡ് ഇപ്പം ഈ പറഞ്ഞ ലാസ്റ്റ് 661 വരുന്ന നമ്പർ ഇതെങ്ങനെ അൻവറിൻ്റെ കയ്യിൽ 21-ാം തീയതി കിട്ടി? അൻവർ എഴുതിയിട്ടത് ഫസ്റ്റ് നറുക്കിൻ്റെ വീഡിയോ വന്നപ്പോൾ ആ വീഡിയോയിലുള്ള 661 എന്ന നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ നമ്പർ വഴി എനിക്ക് ടിക്കറ്റ് എടുത്ത് കൊടുക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. അതെങ്ങനെ അൻവറെ? അതായത് നാസറിൻ്റെ കയ്യിലുള്ള നാസർ ആ വീഡിയോയിൽ വെച്ച 661 എന്ന് പറഞ്ഞ ലാസ്റ്റ് വരുന്ന 361 ലാസ്റ്റ് വരുന്ന നമ്പർ, അതായത് 25 വർഷം ഉപ്പാനായിട്ട് ഒരു ബന്ധമില്ലാത്ത അൻവർ. ആ അൻവർ ഉപ്പ വീഡിയോ അവിടെ കൂർഗിലിടുന്നു, അതിലുള്ളൊരു നമ്പർ എങ്ങനെ അൻവറിൻ്റെ കയ്യിലെത്തുന്നു? ഇത് അൻവറിൻ്റെ ഭാര്യൻ്റെ അക്കൗണ്ടിൽ നിന്നിട്ട് കമൻ്റാണ്. മനസ്സിലായോ? ഇതെന്താ പറയുക, വീണോടത്ത് കടന്ന് ഉരുളുക എന്നുള്ളൊരു പ്രോഗ്രാമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു പരിപാടി ഞാൻ അവിടെ സ്ക്രീൻഷോട്ട്സ് വെക്കാം. KL ബിജുവിൻ്റെ ഒപ്പമുള്ള വീഡിയോനകത്തും ഈ 661 എന്ന് പറഞ്ഞ നമ്പർ എന്തുണ്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടാമതായിട്ട് പല വീഡിയോനകത്തും ഈ ലാസ്റ്റ് വരുന്ന 96634966661 ഈ നമ്പർ പല വീഡിയോസിലും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടൊക്കെ ഞാനിവിടെ സൈഡിൽ വെക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ നമ്പർ കൊടുത്തിട്ടുണ്ട്.
ആ നമ്പർ എങ്ങനെ അൻവറിൻ്റെ കയ്യിൽ 21-ാം തീയതി വന്നു? അൻവർ പറഞ്ഞത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഉപ്പ നാട്ടിലേക്ക് വന്ന് പള്ളി കമ്മിറ്റിക്കാരെ കാണുന്ന സമയത്ത് ടിക്കറ്റ് വിറ്റ് പോകാണ്ട് വീണ്ടും അൻവറിനെ കണ്ട സമയത്താണ് അൻവർ പ്രവാസികൾക്ക് 4 ടിക്കറ്റും പിന്നെ അതിനുശേഷം മറ്റേ ഒപ്പമുള്ള സുഹൃത്തുക്കളെ കൺവിൻസ് ചെയ്ത് 13 ടിക്കറ്റ് വേറെ എടുത്തിട്ടുള്ളത്. അപ്പം 21-ാം തീയതി എങ്ങനെ അൻവറിൻ്റെ കയ്യിൽ ഈ വീഡിയോയിലുള്ള പെർട്ടിക്കുലർ നമ്പർ വന്നു എന്നുള്ളൊരു ചോദ്യം വളരെ വാലിഡായിട്ട് ഞാൻ അൻവറിനോട് ചോദിക്കുകയാണ്. അൻവർ ഉത്തരം പറഞ്ഞേ പറ്റൂ. ഇനി ഞാൻ എൻ്റെ ഫ്രണ്ട് വഴി അൻവറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അൻവറിനോട് ഈ പറഞ്ഞ പെർട്ടിക്കുലർ വാട്സാപ്പിലെ ആ ഒരു സ്ക്രീൻ റെക്കോർഡ് അയച്ചു തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ചെതലയം ഗ്രൂപ്പിൽ 21-ാം തീയതി നിങ്ങൾ പോസ്റ്റ് ചെയ്ത ആ പെർട്ടിക്കുലർ വീഡിയോ ആയിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് അൻവർ കൊടുത്ത റിപ്ലൈ ഉണ്ട്. ഗ്യാലറിയിൽ കയറിയിട്ട് റെഡ്മിയുടെ മൊബൈലിൽ ഗ്യാലറിയിൽ കയറിയിട്ട് ഏത് ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്താലും അതിൽ ആ സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയമാണ് കാണിക്കുക. ഞാൻ ആ പേയ്മെൻറ്റ് അയച്ചു തന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ എപ്പോഴോ കുറേ മുമ്പേ എടുത്തിട്ട് എൻ്റെ ഗ്യാലറിയിൽ കിടക്കുന്നതാണ്. ആ ഗ്യാലറിയിൽ കിടക്കുന്ന ആ ഫോട്ടോയിലുള്ള സ്ക്രീൻഷോട്ടിൻ്റെ ടൈമാണ് എന്താവുന്നത് അതിൽ കാണുന്നത്. എന്നാൽ പുള്ളിക്കാരൻ പറയുന്നതോ അത് മറ്റൊരു രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് പുള്ളിക്കാരനും പറയുന്നത്. ഇതാണ് അതിൻ്റെ ശരിക്കുള്ള യാഥാർത്ഥ്യം. ഇതാണ് യഥാർത്ഥമായിട്ടുള്ള കാര്യം. ഈ കണ്ടതാണ്. അൻവർ നാട്ടുകാർ പൊട്ടന്മാരല്ല, മനസ്സിലായോ? അൻവർ ആദ്യം മനസ്സിലാക്കേണ്ടത് അൻവർ നാട്ടുകാരെ പൊട്ടന്മാരാക്കുകയായിരിക്കും. പക്ഷെ കാണുന്ന നാട്ടുകാരോ ഞാനോ പൊട്ടനോ പൊട്ടന്മാരോ അല്ല. ഇതിനകത്തെ അൻവർ ഗ്യാലറിയിൽ നിന്നൊരു സാധനം കുത്തി നാട്ടുകാർക്ക് കാണിച്ചു തന്നതല്ല. ചിതലയത്തുള്ള വാട്സാപ്പ് ഗ്രൂപ്പ് കുത്തിയിട്ട് ഇങ്ങനെ ഓപ്പണാക്കി, അതിൽ മീഡിയ ഓപ്പണാക്കി, അതിൽ വന്ന 2 വീഡിയോ, ഒന്ന് ഫെബ്രുവരി മാസത്തിലും അത് കഴിഞ്ഞും വന്ന 2 വീഡിയോ എടുത്ത് കാണിച്ചു തരും. ഒരു പാട്ടുകാരി കുട്ടിയുടെയും ഒന്ന് KL ബിജുവിൻ്റെ വീഡിയോ. അതിൽ KL ബിജുവിൻ്റെ വീഡിയോനടിയിൽ നീയാണ് അൻവറെ എഴുതിയിട്ടുള്ളത് ടിക്കറ്റിന് വേണ്ടി നിന്നെ സമീപിക്കാന്ന്. ആ വീഡിയോ 21-ാം തീയതിയാണ്, മനസ്സിലായി? 21-ാം തീയതി. അത് നിന്നോട് വീണ്ടും അതേ ഗ്രൂപ്പിൽ അതേപോലെ കയറിയിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് അയച്ചു തരാൻ പറഞ്ഞപ്പോൾ നീ അയച്ചു തന്ന സാധനങ്ങൾ ഞാനിവിടെ സൈഡിൽ വെക്കാം. നിന്നോട് രാപ്പകലില്ലാതെ ചോദിച്ചിട്ടുണ്ട് ഈ സാധനം അയച്ചു തരാൻ. അപ്പോഴൊക്കെ നീ അന്തം വിട്ട പോലെ ഏതൊക്കെയോ ഗ്രൂപ്പിൽ ഏതൊക്കെയോ മീഡിയയിൽ കയറി എന്തൊക്കെയാണ് അയച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കിക്കോട്ടോ, അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു വ്യക്തത ഞാനിവിടെ കാണിച്ചു തരാം, ഒന്ന് ശ്രദ്ധിച്ചോ. ഞാനിപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്തൊരു സാധനമാണ്. ഇപ്പം ഇന്ന് ഞങ്ങൾ പേയ്മെൻറ്റ് ചെയ്തത്. ഞാൻ ഇപ്പം ഇന്ന് ലോഡ് എടുക്കാൻ വന്നത്. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റുകളാണ് ഇതിൽ കാണുന്ന പൈസ 1,66,358. അതുപോലെ തന്നെ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുത്ത സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മൾ എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ളതായാലും എത്ര മാസങ്ങൾക്ക് മുമ്പുള്ള സാധനമായാലും സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെയാണ് കാണിക്കുക. ഏത് മേലതാ ജൂൺ 5, 2025 11:18 കണ്ടോ, ടൈം കാണിക്കുന്നുണ്ടോ? നേരെ മറിച്ച് ഇത് നമ്മൾ ഇനി നോക്കിക്കോട്ടോ, നമ്മൾ വാട്സപ്പിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുകയാണേ. വാട്സപ്പിൽ നിന്ന് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. ഇതാണ് ആ സ്ക്രീൻഷോട്ടിന്റെ ഒരു പീസ്, ഒരു ഭാഗം എന്ന് വിചാരിക്കുക. ഇതാണ് ആ സ്ക്രീൻഷോട്ട്, കണ്ടോ? ഇത് എടുക്കുമ്പോൾ ഇവിടുന്ന് ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് ഒരിക്കലും ഇവിടെ ഡേറ്റോ സമയമോ കാണിക്കുന്നില്ല. നേരെ മറിച്ച് ഗ്യാലറിയിൽ പോയിട്ട് എടുത്ത ഫോട്ടോയുടെ സ്ക്രീൻഷോട്ടാണ് എടുക്കുന്നതെങ്കിൽ അതുപോലെ കാണിക്കും. അത് സ്വാഭാവികമായിട്ടും ഒരു റെഡ്മി മൊബൈൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതുപോലത്തെ ഫീച്ചേഴ്സ് ഉള്ള ഒരു മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇതൊക്കെ ഒരു വളച്ചൊടിച്ച് മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകാന്ന് പറയുന്നത് എനിക്കറിയില്ല സുഹൃത്തെ, എനിക്കൊന്നും അറിയില്ല. ഇത് ഫുള്ള് വേറെ രീതിയിലേക്കാണ് കാര്യങ്ങളൊക്കെ വളഞ്ഞൊടിഞ്ഞു പോകുന്നത്. ഇതാണ് ഇപ്പോൾ ഗ്രൂപ്പിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ. ഞാൻ അത് കാണിച്ചുതരാം. സോറി, അതല്ല, ഇതിപ്പോ എന്റെ ഗ്രൂപ്പാണ്. നേരത്തെ ഞാൻ കാണിച്ചിരുന്ന ഗ്രൂപ്പാണ്. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ പോവാണേ. നോക്കിക്കോ, സ്ക്രീൻഷോട്ട് എടുത്തു. ഇതിൽ എവിടെയും ടൈം കാണിക്കുന്നില്ല. ഇനി ഈ സ്ക്രീൻഷോട്ട് ഞാൻ ഗാലറിയിൽ പോയിട്ട് ജസ്റ്റ് കാണിച്ചുതരാം. ഗാലറിയിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ക്രീൻഷോട്ട് ഇവിടെ വന്ന് എടുക്കുന്നുണ്ട്, കണ്ട ഇതവിടെ ഉണ്ട്. ഈ സ്ക്രീൻഷോട്ട് ഇവിടുന്ന് എടുക്കുന്ന സമയത്ത് എന്താവും, ഇതവിടെ മേലെ കാണിക്കുന്നുണ്ടോ, മേലെ സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ടോ, കണ്ടോ, ടൈം കാണിക്കുന്നുണ്ടോ? ഇതാണ് സംഭവം. ഇതിങ്ങനെ തന്നെയാണ്. ഇതൊരു സംശയിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് അതിന്റെ സത്യാവസ്ഥ. ഇതാണ് കാരണം മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു സ്ക്രീൻഷോട്ട് എന്റെ ഇതിൽ കടന്നിരുന്ന, അതായത് എന്റെ പിന്നെ ഗാലറിയിൽ കിടന്നിരുന്ന സ്ക്രീൻഷോട്ടിലുണ്ടായിരുന്ന സ്ക്രീൻഷോട്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വെച്ചതിന്റെയാണ് ആ കണ്ടത്. വേണ്ട ജസ്റ്റ് ഞാൻ ഒന്നുകൂടി കാണിക്കാം. ഇങ്ങനെ എടുത്തിട്ട് കാണിക്കുമ്പോണ്ടോ, ഇങ്ങനെ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡേറ്റ് സമയം കാണിക്കുന്നുണ്ട്, കണ്ടോ? അല്ലാതെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ കാണിക്കില്ല. അൻവറെ വളച്ചൊടിക്കുന്നത് നീയാണ്. വേറെ രീതിയിലേക്ക് കാര്യങ്ങൾ പോണതും നീ ഈ കാണിക്കുന്ന ഉടായ്പ് കാരണം. മനസ്സിലായോ?
അൻവർ ഈ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് വാട്സാപ്പിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഗാലറി പോകുന്നു. എന്നിട്ട് ഗാലറി അങ്ങനെ തന്നെയാണ് ലോകത്തിലെ എല്ലാ ഫോണിലും അങ്ങനെ. നമ്മൾ എവിടുന്ന് ഒരു ആപ്പിനകത്ത് നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് നമ്മുടെ ഗാലറി പോയാലും ആ സ്ക്രീൻഷോട്ട് എടുത്ത ഡേറ്റ കാണിക്കുക. മനസ്സിലായോ? പക്ഷെ നേരെ മറിച്ച് ലോകത്തിൽ റെഡ്മി എന്നല്ല ഒരു ബ്രാൻഡിൻ്റെ ഫോണിലും വാട്സാപ്പിൻ്റെ മീഡിയയിൽ ചെന്ന് ആ മീഡിയയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്നാണോ ആ ഗ്രൂപ്പിലേക്ക് ആ മീഡിയ ഫോർവേഡ് ചെയ്തത് ആ ഫോർവേഡ് ചെയ്ത ആ ഡേറ്റ കാണിക്കുക. 2 കൊല്ലം മുന്നാണെങ്കിൽ ആ 2 കൊല്ലം മുന്നത്തെ ഡേറ്റ് കാണിക്കും. മനസ്സിലായില്ല? നാട്ടുകാരെ പൊട്ടന്മാരാക്കരുത്. എൻ്റെ കയ്യിൽ മാത്രം ഒരു റെഡ്മീൻ്റെ പുതിയൊരു സാധനം എനിക്ക് റെഡ്മി എൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ എനിക്ക് മാത്രമായിട്ട് ഇത് അൻവർ എഡിഷൻ എന്ന് പറഞ്ഞാൽ അടിച്ചു തന്നൊന്നുമില്ലല്ലോ. നാട്ടിൽ റെഡ്മി ഫോണുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഊട്ടി. അപ്പോൾ അതൊക്കെ കയ്യിൽ വെക്കുക. എന്നോട് കുറേ ദിവസമായിട്ട് ഇരുന്ന് ചോദിക്കുന്നുണ്ട്. ആ ചിതലയം ഗ്രൂപ്പിൽ കയറിയിട്ട് അതിൻ്റെ വീഡിയോ തുറന്നിട്ട് അതിൽ ഈ ആഴ്ച 2 വീഡിയോയിൽ അതിൽ KL ബിജുവിൻ്റെ വീഡിയോ നാട്ടുകാർക്ക് ഇന്നാ ഞാൻ ടിക്കറ്റ് എടുക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് എഴുതിയിട്ട് ആ പെർട്ടിക്കുലർ വീഡിയോ അതിൻ്റെ ഡേറ്റ് കാണിക്കാനാണ് എന്നോട് പറഞ്ഞത്. അത് എന്നെ കൊണ്ട് കാണിക്കാൻ പറ്റില്ല, നടക്കില്ല. കാരണം എന്താണ്? അത് 21-ാം തീയതിയാണ്. അപ്പം എൻ്റെ മറ്റോടത്ത് ഏത് എക്സ്പ്ലനേഷൻ 21-ാം തീയതി എൻ്റെ കയ്യിൽ 6661 എന്നുള്ള ആ വീഡിയോയിലുള്ള നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്നുള്ള എൻ്റെ റിപ്ലൈ. അതിലാണ് ഇനി കൂടുതൽ പെടാൻ പോണത്. കാരണം എന്താ അറിയോ? ഈ 6661 എന്നുള്ള നമ്പർക്ക് തന്നെയാണ് ജിബിനി അടിച്ച ജാസിർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പൈസ അയച്ചു തന്നിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കി ഇതിൻ്റെ കണക്ഷൻ പോണ വഴി. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ വയ്ക്കാം. ജാസിർ സ്ക്രീൻഷോട്ടൊക്കെ പൊക്കി പിടിച്ച് കാണിച്ചിരുന്നു. ജാസിറിൻ്റെ സ്ക്രീൻഷോട്ട് അതിലും കോമഡിയാണ്. അതായത് നമ്മളൊരാൾക്ക് ഒരു സാധനം അയക്കുകയാണ്, ഓക്കെ, അപ്പോൾ ഫോർവേഡ് ഇപ്പോൾ ജാസിറിൻ്റെ ഫ്രണ്ടാണ് ജാസിറിന് വേണ്ടിയിട്ട് പൈസ അയച്ചു കൊടുത്തതെന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ട് എന്ത് ചെയ്യും? പൈസ അയച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് ജാസിറിന് ഫോർവേഡ് ചെയ്യും. അത് ജാസിറിന് എന്ത് ചെയ്യാം? വേറൊരാളുടെ ഫോണിലേക്ക് ഇന്നാ ഞാൻ പൈസ അടച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രൂഫായിട്ട് കൊടുക്കാം. സ്വന്തം പേരും അഡ്രസ്സും എഴുതിയിടുമ്പോൾ അത് വേറെ ഫോണിൽ നിന്ന് ഫോർവേഡ് ചെയ്തിട്ട് ഏതെങ്കിലും പൊട്ടന്മാരായിക്കോട്. അതൊക്കെ കാണാണ്ട് കേട്ടോ, അതൊക്കെ അത് വിട്. പക്ഷേ ഈ പറഞ്ഞ 6661 എന്ന് പറഞ്ഞ പെർട്ടിക്കുലർ നമ്പർ, ഈ നമ്പർ ഗൂഗിൾ പേയിൽ നോക്കിക്കഴിഞ്ഞാൽ നാസർ മക്കി, ഓക്കെ, നാസറിന്റെ പേരാണ് ഗൂഗിൾ പേയിൽ കാണുക. 96649661. ഈ പെർട്ടിക്കുലർ നമ്പർ എങ്ങനെയാണ് അപ്പം നാസറിന്റെ കയ്യിലുള്ള നമ്പർ എങ്ങനെയാണ് അൻവറിന്റെ ഉപ്പാന്റെ പേരിലുള്ള നമ്പർ 21-ാം തീയതി ആ നമ്പർ അൻവറിന്റെ കയ്യിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിലൊക്കെ എത്ര കാലമായിട്ടുള്ള കണക്ഷനാണ്? നാട്ടുകാരുടെ അടുത്ത് വന്നിട്ട് പറയുന്നത് 25 കൊല്ലമായിട്ട് ഒരു കണക്ഷനും ഇല്ല എന്നുള്ളത്. അറിയേയില്ല ഉപ്പി മോനും തമ്മിൽ. ഇപ്പൊ ഓരോന്നായിട്ട് ഇത് ഈ ആയിട്ട് ഇട്ട് തരികയാണ്. അല്ലെങ്കിൽ ഉള്ള മാന്യവും മര്യാദയ്ക്കും കാര്യം പറയണം, എന്നാ പിന്നെയും കുഴപ്പമില്ല. ഇത് അതിന് പകരം ലോകൂടായി ഇപ്പം നമ്മളെ പൊട്ടന്മാര് അല്ലെങ്കിൽ നമ്മൾ മണ്ടന്മാര് എന്നുള്ള രീതിക്ക് റിപ്ലൈ തരിക. അന്ന് പൊക്കിയ ആ ചിതലയം ഗ്രൂപ്പ് അന്ന് ആ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് സംഗതി മറ്റേ സാധനങ്ങൾ നാട്ടുകാരെ കാണിച്ചതല്ലല്ലോ. ലൈവായിട്ട് പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ വീഡിയോയിൽ ചിതലയം ഗ്രൂപ്പ് തുറക്കുന്നു, ഹീറോ ആവുന്നു, നേരെ വീഡിയോ ഞെക്കുന്നു. കണ്ടോ, ഞാൻ നാട്ടുകാരെ സഹായിക്കാൻ വേണ്ടി 21-ാം തീയതി KL ബിജുവിൻ്റെ വീഡിയോ സെൻഡ് ചെയ്ത് അതിൽ ആ 21 എന്നുള്ള ഡേറ്റ് കാണുന്നുള്ളത് ഈ ഒട്ടും വിചാരിച്ചിട്ടില്ല. അത് ഞാൻ പൊക്കൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല. എന്നിട്ടിപ്പോൾ എക്സ്പ്ലനേഷൻ തന്നിക്കുകയാണ്. റിയൽമീൻ്റെ ഫോൺ ഓൻ്റെ കയ്യിൽ മറ്റേ ദുനിയാവിലുള്ളൂ, അതിലൊക്കെ ഇങ്ങനെയാണ് കാണിക്കുകയാണ്. ഇന്നേ വരെ ഈ ചിതലയം ഗ്രൂപ്പിനെ സാധനം തുറന്നിട്ട് ഈ ഒരു മീഡിയ തുറന്നിട്ട് അതിൻ്റെ മുകളിലുള്ള ഡേറ്റ് എന്നെ കൊണ്ട് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് അതിനും എക്സ്പ്ലനേഷൻ ഇട്ടിക്കുക 6661 എന്നുള്ള നമ്പർ എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നുള്ളത്. എന്ത് ലോകൂടായിപ്പോടെ ഇതൊക്കെ. ഇതാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഇവന്മാരൊക്കെ ഏത് രീതിക്കും പിടിച്ചു വെക്കുന്നുണ്ടോ, ഏത് ഉടായ്പിലും പിടിച്ചു വെക്കുന്നതാണ്. ഇനി കുറേ പേർക്ക് ഒരു ഡൗട്ട് ഉണ്ട് ഈ സീരിയൽ നമ്പർ. അത് എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു സീരിയൽ നമ്പറിന്. കാരണം 15,000 ടിക്കറ്റ് മാത്രമേ അടിക്കുള്ളൂ, കൂപ്പൺ മാത്രമേ അടിക്കുള്ളൂ എന്ന് പറഞ്ഞ നാസർ അത് 25,000 ഒക്കെ അടിച്ചിട്ടുണ്ടോ തോന്നുന്നു. കാരണം ഈ ഷാഫിയും ടീമും കൊടുത്തതിലൊക്കെ 21,000 ഒക്കെയാണ്. ഷാഫിക്ക് അടിച്ച ടിക്കറ്റ് തന്നെ 21,000 ടിക്കറ്റാണ്. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക, ഒരു ടിക്കറ്റ് വിറ്റ് പോവാന്ന് പറഞ്ഞാൽ സീരിയൽ നമ്പർ അനുസരിച്ചല്ലേ വിറ്റ് പോകും. അപ്പോൾ നിങ്ങൾക്കും എനിക്കൊക്കെ ഉള്ള ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഓരോ ബുക്കിലും ഓരോ സീരിയൽ നമ്പർ ആണോ എന്നാണ്. അല്ല, ഇവരെ രജിസ്റ്റർ ഇരിക്കുന്നുണ്ട്. രജിസ്റ്ററിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ വെച്ചിട്ടുള്ളത്. മുകേഷ് നായരൊപ്പം ചെയ്ത വീഡിയോനകത്ത് വരെ രജിസ്റ്റർ കാണിക്കുന്നുണ്ട്. ഞാൻ പറയുമ്പോൾ നാസർ ഈ രജിസ്റ്റർ പുറത്തു വിടണം. 8,000 ചില്ലറ ആളുകളാണ് നിങ്ങളെ ടിക്കറ്റ് എടുത്തതെന്നാണ് പറയുന്നത്. അവരുടെ ഡീറ്റെയിൽസും വിവരം നിങ്ങൾ പുറത്തു വിട്. മനസ്സിലായോ? 8,000 ചില്ലറ ആളുകൾ ടിക്കറ്റ് എടുക്കുമ്പോൾ എങ്ങനെയാണ് 21,000 സീരിയൽ നമ്പർ എങ്ങനെ വരിക? 8,000 ആൾക്കാർ ടിക്കറ്റ്, ഒരാൾ 10-20 ടിക്കറ്റ് വെച്ചെടുത്ത് അതിന്റെ കണക്ക് കാണിക്കി. രജിസ്റ്റർ നിങ്ങൾ കീപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, അത് പൊതുജനത്തിന് പുറത്തേക്ക് നിങ്ങൾ കാണിച്ചുക. അത് കാണിച്ചു തരാൻ പറ്റുമോ? കാരണം ഇതിന് സീരിയൽ നമ്പർ നോക്ക് നിങ്ങൾ.
0029 0030 0031 0032 സീരിയൽ നമ്പർ കറക്റ്റ് ആയിട്ടാ പോണേ. അപ്പൊ ഇതെന്താ അറിയോ, ഇവർക്ക് ഇനി ഇത് ചോദിച്ചു കഴിഞ്ഞാൽ രജിസ്റ്റർ ബുക്ക് കത്തിപ്പോയിട്ടുണ്ടാവും, ചിലയും വാട്സാപ്പ് ഗ്രൂപ്പ് പൂട്ടിപ്പോയിട്ടുണ്ടാവും. പല സാധനങ്ങളായിരിക്കും ഇനി വരാൻ പോണത്. കടന്നോടത്ത് കടന്നു ഉരുളുക, അതാണ് മെയിൻ പരിപാടി. എക്സ്പ്ലനേഷൻ. പിന്നെ ഞാൻ പോലീസൊന്നും ഇല്ലല്ലോ ഇതിന്റെ പിന്നാലെ നടക്കാൻ വേണ്ടിയിട്ട്. എന്നാലും നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, മനസ്സിലായോ? നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് നമ്മളെ പ്രേക്ഷകരോടും അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളോടും. കമ്മിറ്റ്മെന്റ് മുകളിലാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനി ഇതിനൊക്കെ ഉത്തരം തരാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഈ പറഞ്ഞ സാധനങ്ങളിൽ സംസാരിച്ചാൽ മതി. ഇല്ല, മണ്ടത്തരം പറഞ്ഞ് ഇനിയും പെടാനാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു വന്നോ, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ അതും പൊളിച്ചു തരാം.